എപ്പോൾ മാല കെട്ടുമ്പോഴും ഒരു തുളസിയുടെ ഇലയെങ്കിലും മാലയുടെ ഉള്ളിൽ വെക്കണം, അല്ലെങ്കിൽ തുളസിക്ക് സങ്കടമാവും. ഗുരുവായൂരെ സംബന്ധിച്ചോളം എന്നൊരു മായാ ലോകമാണ്. ആ ഭഗവാനെ കാണുന്ന സ്ഥലത്ത് നമുക്ക് തോന്നുന്ന സന്തോഷമുണ്ടല്ലോ, അതിന്റെ പിന്നില് പറഞ്ഞറിയിക്കാത്തത്ര പണി അതിന്റെ പിന്നിൽ പ്രവൃത്തി ഉണ്ട്. ഹരേ കൃഷ്ണ. നിർമാല്യം ഇന്നത്തെ നിൽക്കുന്നത് ഗുരുവായൂരപ്പന്റെ കഴക പ്രവൃത്തി ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം. നമസ്കാരം. ഞങ്ങള് ഗുരുവായൂർ ക്ഷേത്രത്തില് കഴകപ്രവൃത്തി ചെയ്യുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. ഇവിടെ 13 കുടുംബങ്ങളാണുള്ളത്. കഴകപ്രവൃത്തി ചെയ്യുന്ന 13 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അതില് ഞങ്ങള് ഒരു കുടുംബമാണ്. കാളാട്ട് പിഷാരം, അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര്. ഇപ്പൊ ഞങ്ങളുടെ അമ്മയുടെ താവഴിയില ഞങ്ങള്, പിന്നെ വലിയമ്മ മരിച്ചു. ഇവരുടെ അമ്മ ഉള്ള സമയത്ത് തൊട്ടുള്ള കഴകാണ്. അതുകൊണ്ട് ഇത് എന്നാണ് നമുക്ക് കിട്ടിയതെന്നോ എന്ന് തൊട്ടാണ് മാല കെട്ടാൻ തുടങ്ങിയതെന്നോ ഒന്നും നമുക്കറിയില്ല. എൻ്റെ അമ്മയുടെ അമ്മയായിട്ട് നടത്തിയിരുന്ന കഴകം അത് അമ്മ, വലിയമ്മ, അമ്മാവൻ അവരങ്ങനെ അവരായി. പിന്നെ ഇപ്പോ അമ്മയുടെ താവഴിയിൽ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു അനുജനാണുള്ളത്. പിന്നെ ഇത് എൻ്റെ ഭർത്താവാണ്, ഇത് അമ്മയാണ്. പിന്നെ ഒരു കഴകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ല, ഒരു കുടുംബത്തിലേക്കുള്ളതാണ് ഒരു കഴകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എല്ലാവരും കൂടിയാണ് അവിടുത്തെ ജോലികൾ ചെയ്യുക. ഞങ്ങളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മാലകൾ കെട്ടുക, ശിവേലികൾക്ക് വിളക്ക് പിടിക്കുക, പുഷ്പാഞ്ജലിയുടെ പൂക്കള് ശരിയാക്കി കൊടുക്കുക, നന്നാക്കി കൊടുക്കുക, അതെല്ലാമാണ് ഞങ്ങളുടെ ജോലികളായിട്ട് വരുന്നത്. ഇപ്പൊ അമ്മയുടെ പേരിൽ തന്നെയാണ് ഇപ്പോഴും കഴകം നിൽക്കുന്നത്. ഞങ്ങളിപ്പോ ഇനി അത് ഞങ്ങളുടെ പേരിലേക്ക് ആക്കിയിട്ട് മാറ്റാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ കുടുംബത്തിലും അങ്ങനെ തന്നെ, മുതിർന്ന ആളുടെ പേരിലായിരിക്കും കഴകം ഉണ്ടാവുക. പക്ഷെ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയാണ് ആ ജോലികൾ സമർപ്പണമായിട്ട് ഭഗവാന് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുടുംബത്തിലേക്കാണ് കഴകം. അത് ഏത് കാലത്താ കിട്ടിയതെന്നോ അല്ലെങ്കിൽ പിന്നെ അതൊന്നും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അതൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ പറഞ്ഞു തന്നതാണ് ഞങ്ങൾക്ക് അറിയുള്ളൂ. അമ്മയുടെ അമ്മ നടത്തുമ്പോ അത് കൊല്ലത്തോട് കൊല്ലം നടത്തിയിരുന്ന ഒരു കഴകാണ്. അവർക്ക് വേറെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഇല്ലായിരുന്നു. അമ്മയുടെ അമ്മ ഒരു മോളായിരുന്നു. അപ്പൊ അമ്മയുടെ അമ്മ തന്നെയാണ് 12 മാസം കാളാട്ട് കഴകം നടത്തിയിരുന്നത്. പിന്നീട് ഇവര് മക്കളുണ്ടായപ്പോ ഇവര് വല്യമ്മ, അമ്മാവൻ അങ്ങനെ ഭാഗിച്ചു. പിന്നെ ഇപ്പൊ ഇനി അടുത്ത തലമുറ ഞങ്ങളാണ്. ഞങ്ങളത് ഓർമ്മ വെച്ച അന്ന് മുതൽ ഞങ്ങൾ മാല കെട്ടുന്നതാണ്. ഞങ്ങൾക്ക് എന്ന് തൊട്ടാ കെട്ടിയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പൂവും പുല്ലെടുത്ത് പിരിക്കാറാവുന്ന ആ സമയം തൊട്ടിട്ട് ഞങ്ങളെ കൊണ്ട് ഇരുത്തി കെട്ടിപ്പിക്കും. അതിന്റെ ഒരു ഗുരുനാഥന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ വല്യച്ഛൻ, അതുപോലെ അച്ഛൻ, അവരൊക്കെയാണ്. മാല എത്ര അമ്പലത്തിൽ കൊടുക്കണം എന്ന് വെച്ചാൽ അത് കെട്ടി കഴിയണ വരെ അവിടെ നിന്ന് എണീക്കാൻ പറ്റില്ല. അതാണ് റൂള്. ഇപ്പൊ പഠിക്കുന്ന സമയത്താണെങ്കിൽ പരീക്ഷയുടെ സമയത്തും കൂടി നമുക്ക് ഊഴം വരും. ഊഴം എന്നാണ് പറയുക. ഓരോ ദിവസം ഓരോ കുടുംബത്തിലേക്കാണ് ഊഴം ഉണ്ടാവുക. അപ്പൊ ഊഴ ദിവസം പരീക്ഷയാണെന്ന് വെച്ചിട്ട് പഠിക്കാൻ പോകാനൊന്നും പറ്റില്ല. ഞങ്ങള് മാല കെട്ടി കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിനചര്യ. പിന്നെ ഇനി നിങ്ങള് ഈ ഊഴം കഴക പ്രവൃത്തി എന്ന് പറയുന്ന പ്രവൃത്തികളിൽ എന്തെല്ലാം പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക? ഞങ്ങളുടെ കഴക പ്രവൃത്തിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ മാലകള്, ഇപ്പൊ ഭക്തന്മാര് റെസിപ്റ്റ് ആക്കുന്ന പല സെക്ഷൻ മാലകളുണ്ടല്ലോ. ഉണ്ടമാല, തിരുമുടിമാല, നിറമാല, പിന്നെ അതുപോലെ പുഷ്പാഞ്ജലിക്കുള്ള പൂക്കള്, അങ്ങനെയെല്ലാം ഞങ്ങള് അത് നന്നാക്കി റെഡിയാക്കിയിട്ട് എണ്ണം അവിടെ കൊടുക്കണം. ഇപ്പൊ 100 ഉണ്ടമാല അവിടെ റെസീപ്റ്റ് ആണെങ്കിൽ 100 ഉണ്ടമാല അവിടെ നട തുറക്കുമ്പോ വൈകുന്നേരം 3:30 നട തുറക്കുമ്പോ അവിടെ എഴുതി കൊടുക്കണം. അതാണ് അവിടുത്തെ നിയമം. അത് അനുസരിച്ച് അങ്ങനെ പോകുന്നുണ്ട്. അത് ഗുരുവായൂരപ്പന്റെ ഒറ്റ കഴിവാണ്. അല്ലാതെ ഒരാള് വിചാരിച്ചാലൊന്നും ഇതൊന്നും നടക്കില്ല. എല്ലാവരും കൂടിയിട്ട്, കുടുംബത്തിലെല്ലാവരും കൂടിയിട്ടാണ് എല്ലാ കുടുംബത്തിലും ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. ഞങ്ങള് അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ കല്യാണമൊക്കെ ഇപ്പൊ ഓൺലൈൻ കൂടി വന്നതിപ്പോ വളരെ ബുദ്ധിമുട്ടല്ല, വളരെ അധികമായിട്ട് വരും. നമുക്ക് വിചാരിച്ചതിനേക്കാളും കൂടുതൽ അവിടെ വരും. ഇപ്പൊ 100 കല്യാണം എന്ന് പറഞ്ഞാൽ 200 മാല നമ്മൾ റെഡിയാക്കണം. എന്നിട്ട് അവിടെ കൊണ്ടുവെക്കണം. രാവിലെ 5 മണിയാകുമ്പോഴേക്കും മാല അവിടെ എത്തിക്കണം. കാരണം കല്യാണം എന്ന് പറഞ്ഞാൽ 4:30 തൊട്ട് നടക്കും അവിടെ. അപ്പോ അവര് മണ്ഡപത്തിൽ കയറുമ്പോ മാല വേണമല്ലോ. ഭഗവാന്റെ തുളസിമാല എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യമായിട്ടുള്ള ഒരു ഇതാണ്. ഓരോരുത്തരുടെയും ജീവിതം തുടങ്ങുമ്പോഴുള്ള ഒരു എന്താ പറയാ, അത്രയും പുണ്യപ്രവൃത്തി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അതിന്റെ എല്ലാ ഗൗരവവും കണക്കിലെടുത്ത് അത്രയും ശുദ്ധിയോടും
മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. വേറെ ജോലികൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ കുടുംബത്തിലും ഉണ്ടാവും വേറെ. കാരണം ഇതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല ചെയ്യണ. സത്യം പറഞ്ഞ ഞങ്ങളുടെ കടമകൾ ഞങ്ങൾ അവിടെ ചെയ്യുന്നു, അതിനുള്ള കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നു. വേറെ ജോലികൾ, ബാക്കിയുള്ള സമയം വേറെ ജോലികളും ചെയ്യും. അങ്ങനെയാണ് എല്ലാ ആൾക്കാരും അങ്ങനെയാണ് പോകുന്നത്. 13 കഴ കുടുംബങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അതില് പിന്നെ പെട്ട കഴ കുടുംബമാണ് കാളാട്ട് പിഷാരം. ഈ കാളാട്ട് പിഷാരത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 വർഷത്തിന്റെ ഒരു ഇതുണ്ട്. അതായത് തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി, പിന്നെ നാരായണീയ കർത്താവായ പിന്നെ മേൽപ്പത്തൂര് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ, അദ്ദേഹം ഇവിടെ വന്നതും അദ്ദേഹം ഇവിടെ കാളാട്ട് പിഷാരത്ത് വന്നതായിട്ടുള്ളൊക്കെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു 500 വർഷത്തിന്റെ ഒരു പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാനില്ല. അത്രയും മുന്നേ ഉള്ള ഒരു കുടുംബമാണ്. അതേമാതിരി അത്രയും പാരമ്പര്യം അതിലുള്ള കുടുംബങ്ങളായിരിക്കും മറ്റു പല അത് ഏതോ കാലങ്ങളായിട്ട് കഴക കഴകം ഞങ്ങളെ ഏൽപ്പിച്ചു തന്നതാണ്. അതിന്റെ കാലങ്ങളെ ഇപ്പൊ സാമൂരിപ്പാട് ഉള്ള സമയത്തോ അതിന്റെ മുന്നോ നമുക്ക് ലഭിച്ചതാണ്. അതേമാതിരി ഇവിടെ എല്ലാ പ്രവൃത്തിയും, കഴക പ്രവൃത്തിയും മാത്രമല്ല, ഇപ്പൊ കീഴ്ശാന്തിമാരുടെ പ്രവൃത്തിയും ഒക്കെ അങ്ങനെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ലഭിച്ചതാണ്. അവരതിങ്ങനെ ചിട്ടയോട് കൂടിയിട്ട് വളരെ ശ്രദ്ധാപൂർവമാണ് ഞങ്ങൾ ഈ പ്രവർത്തിയിരിക്കുന്നത്. പിന്നെ കഴക പ്രവൃത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മാല, മെയിനായിട്ട് മാല, പിന്നെ ഭഗവാന് ചാർത്താനുള്ള ഭംഗിയുള്ള ഉണ്ടമാലകൾ. നമ്മൾ പോയി കാണുമ്പോൾ തന്നെ നമുക്ക് അകത്തേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ആ ഒരു സന്തോഷം വരുന്നത്. അത്രയും ഭംഗിയായിട്ട് വളരെ ശ്രദ്ധാപൂർവം, വളരെ ഓരോ പൂവും വളരെ ശ്രദ്ധാപൂർവം എടുത്ത് വളരെ സാവകാശം ചെയ്യേണ്ട ഒരു മാലയാണ്. അങ്ങനെ ദിവസം ഏകദേശം ഒരു 10-15 ഉണ്ടമാലകൾ തന്നെ ദിവസം വേണം. അതിനനുസരിച്ച് തിരുമുടി ഭഗവാന്റെ നമ്മളിപ്പോ ആ ക്ഷേത്രത്തിന്റെ അകത്തേക്കാണ് നോക്കുന്ന സമയത്ത്, ഭഗവാനാണ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന സന്തോഷമുണ്ടല്ലോ. അതിന്റെ പിന്നില് പറഞ്ഞറിയിക്കാത്തത്ര പണി അതിന്റെ പ്രവൃത്തി ഉണ്ട്. വളരെ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഈ ചെയ്യുന്നത്. അത്ര പണിയുണ്ട്. ഒരു മാല കെട്ടണമെങ്കിൽ ഏകദേശം ഒരു ഉണ്ടമാല, വലിയൊരു ഉണ്ടമാല കെട്ടണമെങ്കിൽ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ സമയമാണ്. അങ്ങനെ 10-12 ഉണ്ടമാല ഒരു ദിവസം, ഓരോ 2 മണിക്കൂർ 3 മാല മാറ്റും. മറ്റു ക്ഷേത്രങ്ങളൊക്കെ രാവിലെ ഒരു മാല കൊടുത്താൽ പിന്നെ പിറ്റേന്ന് ആ മാല മാറ്റില്ല. ഇവിടെ അതല്ല, 2 മണിക്കൂർ കൂടുമ്പോൾ രാവിലത്തെ 3 മണിയുടെ കഴിഞ്ഞാൽ പിന്നെ 7 മണിക്ക് ഒരു മാല മാറ്റും, പിന്നെ ഉച്ചപൂജയ്ക്ക് മാല മാറ്റും, പിന്നെ വൈകുന്നേരം മാറ്റും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാലകൾ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് തുളസിമാല. അത് മുകളിൽ ഇങ്ങനെ അലങ്കാരം, മുകളിൽ ഇങ്ങനെ ചാർത്തി, പിന്നെ താമരമാല ഒക്കെ, അതൊക്കെ ഏറ്റവും ഭംഗിയില്ലേ. ഓരോ ദിവസവും ഓരോ ഊഴക്കാരും ഓരോ കഴക പ്രവർത്തിക്കാരും ഈ കാര്യത്തിൽ ഒരു ആരോഗ്യകരമായ മത്സരം തന്നെയാണ്. അപ്പൊ ഞങ്ങളെ ഊഴത്തിന് ഏറ്റവും നല്ല മാല കൊടുക്കണം എന്നുള്ളത് നമ്മളൊരു സമർപ്പണ ബുദ്ധിയോടുകൂടിയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഓരോ ആളുകൾ പറയും എന്റെ ഞങ്ങൾ കിട്ടിയ മാല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അത് നമുക്കൊരു ഭഗവാനോടൊരു സമർപ്പണമാണ്. അത് സന്തോഷം. അത് വരുന്ന ഭക്തർക്കും ആ ഒരു പിന്നെ കാണുമ്പോൾ തന്നെ ഒരു വളരെ സന്തോഷം. ചില ദിവസങ്ങളിലൊക്കെ പുണ്യാഹങ്ങൾ ഇതൊക്കെ അപ്പൊ ഒന്നും ഉണ്ടാവുക കാണുന്ന സമയത്ത് ഭക്തജന്മാർക്ക് ഉണ്ടാവുന്ന സങ്കടം കാണുമ്പോൾ നമുക്ക് തന്നെ വളരെ പുണ്യാഹം ഉണ്ടാവുമ്പോൾ എല്ലാതും മാലകളൊക്കെ കഴിക്കണം, അത് പിന്നെ മാറ്റണം, പിന്നെ അവിടെ വിളക്കൊക്കെ മാറ്റുമല്ലോ. ആ സമയത്ത് കുറച്ചു നേരം ഒരു പിന്നെ വളരെ കുറച്ച് സമയം മാലയൊന്നും ഇല്ലാണ്ട് സാധാരണ ഒരു മാല ഉള്ള ചിലപ്പോൾ പെട്ടെന്നൊക്കെ പുണ്യാഹം പെട്ടെന്ന് അവിടെ നിന്നുള്ള മാല ഞങ്ങൾ എടുത്തു കൊടുക്കാം. അപ്പൊ നല്ല ഭംഗിയുള്ള മാല ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പൊ വരുന്ന ഭക്തന്മാർക്ക് അയ്യോ ഞങ്ങള് ഇങ്ങനെ എത്രയോ അകലം വഴിക്കുന്നു വരുന്ന ആളുകളാണ്, അവർക്കൊക്കെ വലിയൊരു പ്രയാസം അതുണ്ട്. പക്ഷെ എന്നാലും ഭഗവാനെ ഞങ്ങളാ കൃത്യമായിട്ടുള്ള മാലകൾ 15ഓളം ഉണ്ടമാലകൾ ഞങ്ങള് കൊടുക്കും. മാല കൊടുക്കണം, പിന്നെ പുഷ്പാഞ്ജലിക്കുള്ള പൂവ്, പിന്നെ വഴിപാടിന് വരുന്നതായ തിരുമുടി മാല, ഉണ്ടമാല, പിന്നെ വിവാഹത്തിന്, പിന്നെ കല്യാണമാല, ഇതൊക്കെ മാല കെട്ടി, പിന്നെ സ്പെഷ്യൽ നിറമാലകള്, ഇതൊക്കെ മാല കെട്ടി പിന്നെ സോപാനത്ത് വെച്ച് മേശാന്തിനെ കൊണ്ട് പൂവിടിച്ച് മേശാന്തിയെ പൂവിട്ട് തരും. അത് എന്നിട്ടാണ് അത് പിന്നെ കല്യാണ മണ്ഡപത്തിൽ എത്തിക്കുക. അതായത് ഭഗവാൻ സ്വീകരിച്ചു എന്നുള്ളതിന്റെ അർത്ഥം. അതായത് തിരുമുടിമാലയൊക്കെ ഭഗവാൻ അവിടെ സ്വീകരിച്ച് മേശാന്തി അകത്ത് കൊണ്ടുപോയി പിന്നെ വലിയ കൊട്ട അകത്ത് കൊണ്ടുപോയി അതിൽ ഭഗവാന്റെ തൃപ്പാദത്തിലുള്ള പൂവ് എടുത്തിട്ട് ഇടും. അപ്പൊ അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം അതാണ് പിന്നെ എന്നിട്ട് കൗണ്ടറിലേക്ക് എണ്ണ കൊടുക്കണം. അതേമാതിരി പുഷ്പാഞ്ജലിക്കുള്ള പൂവ് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രവൃത്തി. പുഷ്പാഞ്ജലിക്കുള്ള പൂവൊക്കെ വളരെ ശ്രദ്ധാപൂർവം അത്ര ഇതായിട്ട് ചെയ്യേണ്ട പ്രവൃത്തികളാണ്. അതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങളെപ്പോലുള്ള മറ്റ് കുടുംബാംഗങ്ങളും ചെയ്തു വരുന്നുണ്ട്.
പിന്നെ ഞങ്ങൾക്കുള്ള പ്രധാന മറ്റൊരു ജോലി വിളക്ക് പിടി. 3 നേരത്തെ ശിവേലിക്ക് ഞങ്ങൾ വിളക്ക് പിടിക്കണം. അത് സ്പെഷ്യൽ ശിവേലി ഉണ്ടെങ്കിൽ സ്പെഷ്യൽ കാഴ്ച ശിവേലികൾ ഉണ്ടെങ്കിൽ അതിന് 2-2.5 മണിക്കൂർ. ഇനിയിപ്പോൾ അത് കാഴ്ച ശിവ വരാൻ പോയി. ഇനി മറ്റേ ഏകാദശി കാലമായി കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ഒരു ശിവേലി, പിന്നെ ഉച്ചയ്ക്ക് 4 മണിക്ക് ഒരു ശിവേലി, 4-4:30 ഒരു ശിവേലി, പിന്നെ അത്താഴ ശിവേലി, വിളക്ക്. അത് വിളക്ക് ഉള്ള ദിവസങ്ങളൊക്കെ വിളക്ക് എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പോൾ ആ വിളക്ക് ശേഷം ഒരു 11:30 ഒക്കെ ആവും വീട്ടിൽ കിടങ്ങുമ്പോൾ കിടക്കുമ്പോൾ ഒരു 11:30 മണിയൊക്കെ ആവും. അത് ഞങ്ങളൊരു ഒരു ഒരു ഒഴിവോതൊന്നും ഇല്ലാതെ ഈ എല്ലാ കുടുംബങ്ങളും അങ്ങനെ തന്നെ ലീവും കാര്യങ്ങളൊന്നും ഇല്ല. സമർപ്പണത്തോടുകൂടെ അങ്ങനെ അത് പരമ്പരയായിട്ട് ഇങ്ങനെ പോരുന്നത് കൊണ്ട് നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തത്. പിന്നെ മറ്റുള്ള എല്ലാവർക്കും എല്ലാ കുടുംബത്തിലെ അംഗങ്ങൾക്കും വേറെ ഓരോരോ ജോലികൾ ഉണ്ടാവും. പക്ഷെ ഈ പ്രവൃത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ഈ പ്രവൃത്തിയാണ് ഞങ്ങളെ സംബന്ധിച്ചത് ഏറ്റവും മുഖ്യമായുള്ള പ്രവൃത്തി. ഭഗവാൻ അതിനനുസരിച്ച് നമ്മളെ സംരക്ഷിച്ച് പോരുന്നുണ്ട്, ഇപ്പോഴും പോരുന്നുണ്ട്. ഞാൻ നാളെ നമുക്ക് നമ്മളെ കുട്ടികളൊക്കെ ഭഗവാന്റെ ഒരു സംരക്ഷണത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഭഗവാന്റെ 100% സംരക്ഷണം. ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവർക്കും നമുക്ക് എന്ത് പ്രയാസം ഉണ്ടാകുന്നത് ഭഗവാനോട് ഇങ്ങനെ ഭഗവാനെ എന്ന് പറയണ്ട. ആ സമയത്ത് ഭഗവാൻ ഓരോ കാര്യങ്ങളും നമുക്ക് അത് നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ നിവർത്തിച്ചു. നമുക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ നമുക്ക് ഉണ്ടായില്ല. ബുദ്ധിമുട്ട് സംശയം തോന്നും, നമുക്ക് ബുദ്ധിമുട്ടാവോ എങ്കിൽ പോലും ഭഗവാൻ അത് ഇങ്ങനെ വളരെ ഭഗവാന്റെ പ്രവർത്തിക്കാരെ പ്രത്യേകിച്ച് ഭഗവാൻ നല്ല തലോടി കൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഞങ്ങൾക്ക് എത്രയോ അനുഭവങ്ങളാണ്. അത് ഭഗവാന്റെ അത് കാരണം ഇത് തുടർന്ന് പോകാനുള്ള ഒരു ആരോഗ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിൽ പറയേണ്ടത്. ഈ നമ്മുടെ ഈ മാല കെട്ടുന്ന നിങ്ങളുടെ ഊഴം വരുമല്ലോ, അത് എത്ര കാലം ആണ് നിങ്ങളുടെ ആ ഒരു ഊഴം മാറി വരിക? അത് 17 ദിവസം കൂടുമ്പോഴാണ് ഒരു ദിവസം നമുക്ക് വരിക. പക്ഷെ ഈ ഊഴം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂട്ടായ്മയോട് ചെയ്യേണ്ട ഒരാളോ ഒരു കുടുംബമോ ചെയ്യാൻ പറ്റാവുന്ന പ്രവൃത്തിയല്ല. ഇപ്പൊ ഇന്നത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രവൃത്തി ഏകദേശം ഒരു 200-250 ഉണ്ടമാല ഉണ്ടാവും ഒരു ദിവസം. പിന്നെ വാഹന പൂജയുടെ മാല, വാഹനത്തിന് ഉള്ള വാഹന പൂജ അല്ലേ, അതൊരു 50-60-70 മാലയൊക്കെ ഉണ്ടാവും ഒരു ദിവസം. അത് കെട്ടണം. പിന്നെ ഉണ്ടമാല വഴിപാടിന്റെ മാല, പിന്നെ തിരുമുടി മാല ഒരു 500-600 മാല സാധാരണ ദിവസങ്ങളിൽ. പിന്നെ സ്പെഷ്യൽ ദിവസങ്ങളിൽ ഞായറാഴ്ച, ശനി ഞായറൊക്കെ ആകുമ്പോൾ കൂടുതലുണ്ടാവും. വെള്ളി വ്യാഴം ശനി ഞായറൊക്കെ ആകുമ്പോൾ കൂടുതലുണ്ടാവും. എന്നും പറഞ്ഞ പോലെ നമുക്ക് ഭഗവാന്റെ മാല കെട്ടാനുണ്ടാവും. കാരണം അത്ര എന്താ പറയാ കൂടുതലാണ്. അപ്പൊ നമ്മളുടെ ഊഴം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കണക്ക് 17 ദിവസം കൂടുമ്പോ ഒരു ദിവസം, 17 ദിവസം കഴിയുമ്പോൾ ഒരു ദിവസമാണ് ഞങ്ങളുടെ ഊഴായിട്ട് വരുള്ളൂ. അന്നാണ് നമുക്ക് ഉത്തരവാദിത്തമായിട്ട് പണിയെടുക്കേണ്ടു. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയിലാണ് ഇപ്പൊ കഴകക്കാരുടെ ഒരു പ്രവൃത്തികൾ പോകുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചുകൊണ്ട്. കാരണം ഒരു ദിവസം ഒരു 300 കല്യാണം സീറ്റായി. അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ആ മാലയൊന്നും കെട്ടിക്കൊടുക്കാനുള്ള കഴിവില്ല. അപ്പൊ നമുക്ക് നമ്മുടെ പോലുള്ള ആൾക്കാരോട് അത് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള പ്രവൃത്തിയാണ്. അത് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാല കെട്ടി അത് ഭഗവാൻ ചാർത്തി കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറം വേറെ ഒന്നുമില്ല. വേറെ എന്തെല്ലാം ജോലി ചെയ്താലും ഇത് ഒഴിവാക്കി കൊണ്ടുള്ള ജോലികൾ ആരും അങ്ങനെ ഏറ്റെടുക്കാറില്ല. ഇതിന് തന്നെയാണ് പ്രധാനം. പക്ഷെ ഇപ്പൊ ഗുരുവായൂരപ്പന്റെ മനസ്സുകൊണ്ട് എല്ലാം നടന്നു പോകുന്നുണ്ട്. അത് വേറെ കാര്യം. ഞാൻ എന്റെ വർക്ക് അവിടെ ഇട്ടിട്ട് ഇതിൽ ഇരുന്നാലും വർക്ക് വിചാരിച്ചേക്കാൻ മുന്നേ ചിലപ്പോൾ തീരും ഇത് കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ. അതാണ് അതിന്റെ ഒരു കാര്യം. എല്ലാവരും അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയാ സമർപ്പണത്തോട് കൂടിയിട്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ വാക്ക്. പിന്നെ ഞങ്ങളുടെ ഗുരുനാഥന്മാര് പറയും, മാല കെട്ടി ആ തൃപ്പടിമ വെക്കുന്നവരല്ല ജോലിയെ നമുക്കുള്ളൂ. രാധികയ്ക്ക് മാല കെട്ടി കൊണ്ടുവെക്കേ വേണ്ടു, പിന്നെ എന്താ ഉണ്ടായെന്ന് നോക്കണ്ട. കാരണം അത് എടുത്ത് ചാർത്തേണ്ടത് തിരുമേനിയുടെ ജോലിയാണ്. അത് അദ്ദേഹം ചെയ്തോളും. പിന്നെ ഒരു ഭക്തനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു, ഭഗവാൻ ഒരു മാല കൊടുക്കാമെന്ന് ഭഗവാൻ അവര് മനസ്സിൽ വിചാരിക്കുമ്പോ തന്നെ ഭഗവാൻ അത് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ ഒരു കണക്ക്. അങ്ങനെയാ ഗുരുവായൂരപ്പ ഒരു മാല ഞങ്ങൾ ചീട്ടാക്കാം ചാർത്താമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴേക്കും ഗുരുവായൂരപ്പൻ അത് ഏറ്റെടുത്തു കഴിഞ്ഞു, സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെ അത് കെട്ടേണ്ട ചുമതല ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക്, അത് ചാർത്തേണ്ട ചുമതല തിരുമേനിക്ക്. ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുക. ഇനിയിപ്പോ കഴകപ്രവൃത്തി എന്നല്ല, ഗുരുവായൂരപ്പന്റെ ഏത് ജോലി ചെയ്യുന്ന ആൾക്കാരായാലും അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിവൈൻ ഭാഗം ആലോചിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ എന്ത് കാര്യമായാലും. കാരണം എല്ലാ ജോലികളും ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് തന്നെയാണ്. ഏതൊരു മനുഷ്യനായാലും ഒരു ജോലി ചെയ്യണം ജനിച്ചു കഴിഞ്ഞാൽ. ആ ജോലി കൊണ്ട് തന്നെ നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ജോലി ഭഗവാനെ ചുറ്റിപ്പറ്റി ജോലി ചെയ്യണവർക്ക് കിട്ടുന്നൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതാണ്.
ഗുരുവായൂരപ്പന്റെ അമ്പലം അടിച്ചു വാരുക, അത് വേറെ എവിടെ അടിച്ചു വാരുന്നേക്കാളും ഒരു പുണ്യാണല്ലോ. അതാ പറഞ്ഞത്. അപ്പൊ ഏത് ജോലിയായാലും ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് അവിടെ എന്ത് ചെയ്യാം. അതിപ്പോ നമുക്ക് അനുഭവം കൊണ്ട് അറിയാലോ, ഇവിടെ വന്ന ആരും തിരിച്ചു പോവാറില്ലേ, പിന്നെ കൂടുതൽ ഇങ്ങോട്ട് വരാനുള്ള ചാൻസുകളെ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെ പോകുന്നു. ഓരോ ദിവസവും രാവിലെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതാണ് ഏറ്റവും വലിയ ചിന്ത, എന്ന് എത്ര മാല കെട്ടണം, അത് 3:30 നട തുറക്കുമ്പോഴേക്കും അവിടെ എത്തിക്കും വേണം. അങ്ങനെ ഉള്ളൊരു ഇതിൽ പോണു. ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം കൊണ്ട് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. എന്ത് വന്നാലും സഹിക്കാനുള്ള ശക്തി ഗുരുവായൂരപ്പൻ തരുന്നുണ്ട്. അങ്ങനെ പോകും. അമ്മയുടെ ഗുരുവായൂരിന്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ? 7 വയസ്സായി ഞങ്ങള് ജാതി പ്രകാരം തന്നെ പറയട്ടെ മാല കെട്ട് 7 വയസ്സ്. അത് ആൺകുട്ടികളെ 7 വയസ്സ് കഴിയണമെന്ന് വഴക്ക് പിടിക്കാൻ പോകും. അന്നാണ് വഴക്ക് പിടിച്ചിരിക്കുക. അതേമാതിരി 7 വയസ്സ് കഴിഞ്ഞ തൊട്ടിടാതെന്ന് പേര് ഉപയോഗിക്കാം. പെൺകുട്ടി പാല വെച്ചു, പെൺകുട്ടികൾ അങ്ങനെ 7 വയസ്സായ ആൺകുട്ടികള് വിളക്ക് പിടിപ്പിക്കും. ഒരു വിദ്യാരംഭ ദിവസം നോക്കി അങ്ങനെയൊക്കെയാണ്. അമ്മ ഇപ്പൊ എത്ര നാളായി ഇപ്പൊ തുടങ്ങിയിട്ടെന്ന് അറിയോ? മാല കെട്ടി തുടങ്ങിയിട്ട്? മാല കെട്ടി തുടങ്ങിയത് 7 വയസ്സ് തന്നെ. അതെ, 72 കൊല്ലായില്ലേ? 75 70 കൊല്ലങ്ങളോളായി. ഞാൻ അമ്പലത്തിൽ പോയി വന്നു കേട്ടോ, നേരത്തെ പോയി വന്നു. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല അമ്പലത്തില്. ഞാൻ സോപാനത്തിന്റെ അവിടെ നിന്ന് തൊഴുതു. അങ്ങനെയൊക്കെ അത് കേൾക്കുമ്പോ എനിക്ക് സന്തോഷം തോന്നും. കാരണം അമ്മയ്ക്ക് അത് പറ്റിയില്ലോ എന്നുള്ളത്, ആ ഒരു സ്വപ്നത്തിലെങ്കിലും അത് പറ്റിയില്ലോ എന്നുള്ളത്. സ്വപ്നത്തിലാണ് ശരിക്കും കാണുന്നുണ്ടാവും. ഗുരുവായൂരപ്പനെ ഞങ്ങൾ നല്ലോണം കഴിക്കും. കാരണം എന്താണോ, ഒരു കമ്പനിയിട്ടായി കാപ്പി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ചോറായി. ദിവസേന ചോറും കൂട്ടാനും ഉപ്പേരും മകത്തൊക്കെ ഒരു ഭാഗ്യല്ലേ. അതൊരു ഭാഗ്യല്ലേ പറയൂ. അത് ഞങ്ങക്ക് കഴകക്കാർക്ക് എന്ന് പറഞ്ഞാല് ഒഷച്ചോറാണ് കിട്ടുക അമ്പലത്തിൽ. പക്ഷെ നിവേദ്യത്തിന്റെ ചോറാണ് കഴകക്കാർക്ക് കിട്ടുക. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോ ഒഷച്ചോറാണ് വീട്ടിലേക്ക് രാവിലെ പോയി കൊണ്ടുവരിക. ഇപ്പൊ പിന്നെ അതൊക്കെ മാറി നിവേദ്യത്തിന് എപ്പ വേണമെങ്കിലും കിട്ടും കേട്ടോ. ഇപ്പൊ പന്തീരടയിൽ ഉച്ചപ്പൂജയിലൊക്കെ കിട്ടും. അപ്പൊ അന്നത്തെ കാലത്ത് അതൊക്കെ വലിയ കാര്യങ്ങളായിരുന്നു. ഇന്നും അത് കാര്യമല്ല എന്നല്ല. ഇപ്പൊ ഞങ്ങളെ പോലുള്ള ഒരു കുറെ അമ്പലത്തിന്റെ ദൂരത്ത് താമസിക്കുമ്പോ നമുക്ക് അതിനായിട്ട് പോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇവിടെ ജോലി ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നു മാത്രം. അമ്മ ഒരു സമയം മുഴുവൻ നാരായണീയം എടുത്ത് അവിടെ ഏതെങ്കിലും തൂണിന്റെ ചോട്ടിലിരുന്നിട്ട് നാരായണീയം വായിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അമ്മയുടെ ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അമ്പലത്തിൽ നിന്ന് പുറത്തേ കിടക്കില്ല. ഏകാദശിക്കാലം ഉത്സവക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ വേഗം അവിടെ തന്നെയാണ് ഞങ്ങളുടെ വീട്. ഇടയ്ക്ക് നടയിലെ എക്യുസേഷനിൽ പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. 100 മീറ്ററിന്റെ പരിധിയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കടന്ന അമ്പലമായി. അമ്മ ഒറ്റയ്ക്ക് പോകും, ഓഡിറ്റോറിയത്തിൽ പോയി പരിപാടികൾ കാണും, അവിടെ ഇരുന്ന് നാമം ജപിക്കും. പിന്നെ അങ്ങനെ അമ്പലമായിട്ട് മാത്രമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ കോവിഡ് വന്നപ്പോഴും കൂടി അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അപ്പോഴും കൂടി ഞങ്ങൾ ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുകൊടുക്കുക. അപ്പോഴേക്കും അമ്മയ്ക്ക് മുട്ടുവേദനയൊക്കെ വന്ന് തീരെ ആവശ്യമുണ്ട്. എന്നാലും അവിടുന്ന് വരാൻ പറ്റില്ല. ആ റിംഗ് അവിടെ തന്നെ ഇരിക്കണം എന്നുള്ളതായിരുന്നു ഒരാഗ്രഹം. അനിയനുണ്ട് കൂട്ടിന്, എന്നാലും ആ സമയത്തും വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയാണ് ഒരു 3 വർഷം മുൻപെയാണ് ഒരു വീഴ്ച വീണു. അപ്പൊ തലയൊക്കെ പൊട്ടി അങ്ങനെ ഒരു കണ്ടീഷൻ ആയപ്പോ പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. വേറെ ആരുമില്ല, എന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പൊ ഞാനങ്ങനെ കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ടും അതെ, ഇപ്പോഴും കൂടി ചില ദിവസം അങ്ങോട്ട് വാശി പിടിക്കും. രാവിലെ അങ്ങോട്ട് പോകണം, അവിടെ പോയിരിക്കണം, ഞാൻ പോവാണ്, ഗുരുവായൂർക്ക് പോവാണ്, വീട്ടിൽ പോകണം, എനിക്ക് അമ്പലത്തിൽ പോകണം, അങ്ങനെ പറഞ്ഞിട്ട് മിക്കവാറും ഈ പറഞ്ഞ പോലെ രാവിലെ ആകുമ്പോ എന്നോട് ഇങ്ങോട്ട് പറയും, ഞാൻ നേരത്തെ പോയി വിളിച്ചു വന്നു ഇങ്ങോട്ട് പറയുമ്പോ പിന്നെ എനിക്ക് അതിലൊന്നും പറയാനില്ല. ഞാൻ പറയും നന്നായത് അമ്മയുടെ ഭാഗ്യം എന്ന് പറയും. ഞാൻ അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അനുഭവങ്ങൾ തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഈ മാല കെട്ടുമ്പോ ഇന്ന് ഇത് ചെയ്യാന്ന് വിചാരിച്ച് പിന്നെ ഇതല്ല എന്ന് വേണ്ടത് വേറെ ഒന്ന് ആവാം എന്ന് മനസ്സിൽ തോന്നിച്ച് അങ്ങനെ അത് കെട്ടി ഇന്ന് തന്നെയാണ് ഭംഗി എന്നുള്ള തോന്നലുണ്ടായി. അത് ചാർത്തി കാണുമ്പോഴുള്ള അനുഭൂതികൾ, അതിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ? അതിപ്പോ ഈ ഭഗവാന് ചാർത്തുന്ന മാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും അത് കെട്ടുന്ന ആളുടെ മനസ്സിൽ ഭഗവാൻ തോന്നിക്കുന്നത് തന്നെയാണ് അവർക്ക് കെട്ടാൻ പറ്റുള്ളൂ. കാരണം ഗുരുവായൂരപ്പൻ ഇന്ന മാല വേണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിപ്പോ വെള്ളപ്പൂവായാലും തെച്ചിപ്പൂവായാലും താമരമാല ആയാലും അതുപോലെ നമുക്കത് കെട്ടാൻ പറ്റുള്ളൂ. നമ്മൾ എങ്ങനെ വിചാരിച്ചിരുന്നാലും അത് ലാസ്റ്റ് അവസാനിച്ച് വരുമ്പോ അത് ഗുരുവായൂരപ്പന്റെ ഇഷ്ടത്തിന് മാത്രമേ അത് പറ്റുള്ളൂ. അത് ഓരോരുത്തരും എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റുന്ന വെച്ചാൽ അത്രമാത്രം ഭംഗിയാക്കിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ അങ്ങനെ കെട്ടുന്നത്. പല ദിവസത്തെ മാലകൾ നമ്മൾ കാണുന്നത് തന്നെയാണല്ലോ. നല്ല സമയം വേണം അത് കെട്ടി തീർക്കണമെങ്കിൽ.
പിന്നെ പല പല ഡിസൈനാണ്. ഇപ്പൊ എനിക്ക് തന്നെ ചിലപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ട്, വെള്ളപ്പൂവും തെച്ചിപ്പൂവും കൂടി നമ്മൾ അങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് കെട്ടാമെന്ന് വിചാരിച്ചിരുന്ന് കെട്ടി തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും വേറെ ഡിസൈൻ ആക്കാൻ തോന്നും. അങ്ങനെ അപ്പൊ പിന്നെ അത് ചാർത്തി കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് ശരിക്കും ഉണ്ടായ ഒരു അനുഭവം, അങ്ങനെ ഒരു മാല ചാർത്തിയിട്ട് മേൽശാന്തി മോനേട്ടനോട് പറഞ്ഞു ഇന്നത്തെ മാല അസലായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അന്ന്. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കെട്ടണം എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടില്ല. നമ്മള് മിക്സർ മാല എന്ന് പറയും, ഈ വെള്ളപ്പൂവും തെച്ചിപ്പൂവും കൂടി ഇങ്ങനെ ഓരോ പൂവ് എടുത്തിട്ട് അങ്ങനെ കെട്ടണം എന്ന് എനിക്ക് അപ്പൊ തോന്നിയതാ. ഇരിക്കുമ്പോ അതല്ല തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അന്ന് അങ്ങനെ ആ മാല കൊടുത്തു, ചാർത്തി. ചിവേലി കഴിഞ്ഞ് വന്നപ്പോ മോനേട്ടൻ പറഞ്ഞു മേൽശാന്തി അസലായിട്ട് മാല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേൾക്കുമ്പോ ശരിക്കും ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് അത്. അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ എന്റെ പോലെയല്ല, എന്നെക്കാളും കൂടുതൽ അനുഭവങ്ങൾ എത്രയോ ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. പിന്നെ അങ്ങനെ ഭഗവാന്റെ ഒരു കൈങ്കല്യ പ്രവൃത്തി ചെയ്തുകൊണ്ട് എന്റെ വല്യമ്മ പറയും, എപ്പ മാല കെട്ടുമ്പോഴും ഒരു തുളസിയുടെ ഇലയെങ്കിലും മാലയുടെ ഉള്ളിൽ വെക്കണം. എന്താന്ന് വെച്ചാൽ തെച്ചിയുടെ മാലയായിരിക്കും നമ്മൾ കെട്ടുണ്ടാവുക. ഫുള്ള് തെച്ചിയായിട്ട് ഒരു മാല കെട്ടാന്ന് ഗുരുവായൂരപ്പന് തെച്ചിയുണ്ട മാല കെട്ടാമെന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്ന് അങ്ങനെ കെട്ടുമ്പോ അപ്പൊ വല്യച്ഛനായാലും വല്യമ്മയായാലൊക്കെ പറഞ്ഞിരുന്ന കാര്യമാണ്, ഒരു തുളസിയുടെ ഇലയെങ്കിലും വെക്കണം, അല്ലെങ്കിൽ തുളസിക്ക് സങ്കടമാവും. അങ്ങനെയാണ്. അപ്പൊ ഏത് മാലയിലും തുളസി വേണമെന്ന് ഭഗവാനും തുളസിക്ക് നിർബന്ധ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കെട്ടിക്കൊടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്താലാണത്രേ നമുക്കിനി അടുത്ത ജന്മത്തിലും ഭഗവാന്റെ കൈങ്കല്യ പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വല്യമ്മ പറഞ്ഞ് എപ്പോഴും പറയും, നമ്മൾ അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, ഇന്ന പ്രവൃത്തി ഒന്നുമില്ല. ഭഗവാനോട് ചേർന്ന് നിൽക്കണ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്ക് തന്നെ നമ്മൾ പോകണം എന്നുള്ള ആഗ്രഹത്തില് നമ്മൾ മാല കെട്ടുമ്പോ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇങ്ങനെ മൈൻഡിൽ കിടക്കുന്ന വാക്കുകളാണ്. അതൊക്കെ ഓരോ വയസ്സ് കൂടുതലും നമുക്കത് ക്ലിയർ ആയിട്ട് വരും. നമ്മളത് ചെയ്യും, നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷം, അതൊരു ഒരു അനുഭവം. എല്ലാവർക്കും ഓരോ ദിവസവും നവനീതമായ അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്. മാല കെട്ടേണ്ട കാര്യത്തിൽ തന്നെ നമ്മളിപ്പോ ഇന്നിപ്പോ വെള്ളപ്പൂ കൊണ്ടൊരു മാല കെട്ടണം എന്ന് ചോദിച്ചാൽ അയ്യോ വെള്ളപ്പൂ ഇല്ലല്ലോ, എന്താ ചെയ്യാ? അപ്പൊ ആരെങ്കിലും ആയിട്ട് എവിടുന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുതരും. അതോ ഷാർഡ് വാരതൊന്ന് ഒരു മാല ഇട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഭഗവാനായിട്ട് അത് എത്തിച്ച മാതിരിയാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. ഒരു തുളസിയൊക്കെ ചിലപ്പോ കഴിക്കുന്നത് പോണത് താമരന്റെ വിലയൊക്കെ നോക്കുമ്പോ അത്ര 30-40 റുപ്യൊക്കെ ഉള്ള സമയങ്ങളൊക്കെ ഉണ്ട് താമരക്കൊക്കെ. അപ്പൊ നമ്മൾ അയ്യോ 40 രൂപയ്ക്ക് ഒരു താമരക്ക് ശരി 60-70 താമര വേണം ഒരു മാല കിട്ടണം. ഇപ്പൊ എന്താ ചെയ്യുക? അപ്പൊ എവിടുന്നെങ്കിലും ഒരു താമര കുറച്ച് നമുക്ക് ചിലപ്പോ പിന്നെ ആരെങ്കിലും കൊണ്ടിട്ടുണ്ടാവും. അത് വെച്ചോളൂ. അല്ലെങ്കിൽ ഇവിടെ പിന്നെ അങ്ങനെ ഏതെങ്കിലും കുറച്ച് ഇത് നമുക്ക് താമര ഒക്കെ കിട്ടും. പൂ കിട്ടാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് പല ഭാഗങ്ങളിൽ നിന്നും ആള് വെള്ളപ്പൂ കൊണ്ടുതരും. ഈ പിന്നെ അതില്ലേ നന്ദ്യാർവട്ടം, അത് വളരെ ഭംഗിയാണ് കാണാൻ. വെള്ളപ്പൂ വെള്ളം തെച്ചിയും കൂടി ഇടകർന്ന് മാല കിട്ടുന്നത് വളരെ നല്ലൊരു ഭംഗിയാണ്. അതിങ്ങനെ ചാപ്പി കഴിഞ്ഞാൽ പറഞ്ഞ സ്ഥലത്ത് ഒരാളുണ്ട്, ഒരു സുനില്. ആൾക്ക് ഭയങ്കര ആളെ പോലെയൊക്കെ ഒരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ശരിക്കും ഭക്തര്. അവര് രാവിലെ എഴുന്നേറ്റ് അയാള് ഈ പൂ പറിക്കാൻ തുടങ്ങും. നല്ല വെയിലത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായി വെള്ളപ്പൂ പറിക്കാൻ. വെയിൽ ആവണേന്റെ മുന്നേ പറിക്കണം. അത് വെളുപ്പാങ്കാലം തൊട്ട് ഈ പൂ മുഴുവൻ പൊട്ടിച്ച് ഒരു വലിയ ബക്കറ്റിലാക്കിയിട്ട് നിറച്ചാക്കിയിട്ടാണ് ഞങ്ങൾക്ക് കൊണ്ടുതരിക. വൈകുന്നേരം ആകുമ്പോഴേക്കും ആള് വണ്ടി എടുത്തിട്ടോ അല്ലെങ്കിൽ ട്രെയിനിലോ ഇവിടെ കൊണ്ടു തന്നിട്ട് പോകും. സ്പെഷ്യൽ ഓർഡറുകൾ ഒല്ലൂരിന്ന് അനുഭവങ്ങളാണ്. ഗുരുവായൂരപ്പനായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു വളരെ എല്ലാവർക്കും ഓരോരോ പല ആളുകളും പല ഇതായിട്ട് വരുന്നില്ലേ അവരോരോ അനുഭവങ്ങള്. അതെ, അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയല്ലേ ഓരോ ദിവസം ഇവിടെ തിരക്ക്. ഞാനൊരു തുളസിമാല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് ചാർത്തി കാണണം. തുളസിമാല സ്വതവേ നമ്മളെ ഇതിന് ചാർത്താറില്ല, മുകളിന്റെ ചാർത്താറുണ്ട്. പക്ഷെ ഈ ഭംഗിയുള്ള മാല കൂടുതലും ഇതുള്ള കളർ മാലയാണ് അധികം ഭംഗി അത് തന്നെ. അങ്ങനെ ഞാനൊരു തുളസിമാല കൊടുത്തു. അന്നത് ചാർത്താൻ എന്തോ തുളസിമാല. അപ്പൊ ഒരു പുണ്യം ഉണ്ടായി. വേറെ മാലയില്ല, വേറെ ഇതില്ല. അപ്പൊ വേഗം ഈ മാലയാണ്, ഈ മാല എടുത്ത് കൊണ്ടുപോയി ചാർത്തി. ഈ മാല വേറെ രണ്ട് മാല ചാർത്തണം സമയത്ത്. രണ്ടാമത് തുളസി, ഒരു താമരമാലി ഒരു തുളസിമാലയും കൂടി തന്നെ ചാർത്തണം. അപ്പൊ അതൊക്കെ നമുക്കതൊക്കെ വലിയൊരു സന്തോഷം, വലിയൊരു അനുഭവം തന്നെ. പിന്നെ തിരുമുടിയൊക്കെ ഇതേമാതിരി തിരുമുടി വേറൊരു ക്ഷേത്രത്തിലും ഉണ്ടാവില്ല ഇത്ര ഭംഗിയിലൊന്നും. ഒരു ക്ഷേത്രത്തിലും
അല്ല ആളുകൾ ഭഗവാൻ അതിന് വേണ്ടിയാണ് ഇത്രയും പ്രവർത്തിക്കാരെ വെച്ച് നിയമിച്ച് തന്നെ, ഇത്രയും പ്രവർത്തിക്കാരെ നിയമിച്ച് ഒരു സംഗതിക്കും ഒരു കണിക പോലും കുറവ് വരരുത്. ഇത്രയും 13 കഴകക്കാരെന്നുള്ള ഒരു ക്ഷേത്രത്തിലും ഇല്ല. ഇത് ഒരു സംഗതി ഒരാളല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും മുടക്കം വന്നാൽ മറ്റയാളെ നിവർത്തിക്കണം. എത്ര ശ്രദ്ധാപൂർവ്വം. അതൊരു 13 കീഴ്ശാന്തി കുടുംബങ്ങളുണ്ട്. അതേമാതിരി തന്നെ അത്ര ഒരാൾക്ക് പറ്റില്ല, അടുത്ത ആൾ അപ്പൊ റെഡിയാണ്. അത് എല്ലാ സംഗതിക്കും. പിന്നെ ഇവിടെ ഒരാളല്ല ഒരു സംഗതിക്ക് ഉണ്ടാവും, ഒരു പകരം എപ്പോഴും ഒരു ആളുകൾ ഉണ്ടാവും. അത്ര ശ്രദ്ധിച്ചിട്ടാണ് അത്. അന്ന് പണ്ട് പോലെ അങ്ങനെ തന്നെയാണ്. ശിവേലി തുടങ്ങിയ 10 മണിക്കാണ് കഴിയുക. ഉച്ചക്കിലത്തെ ശിവേലി 3 മണിക്ക് തുടങ്ങിയ 5:30 6 മണി. വൈകുന്നേരത്തെ പിന്നെ അമ്പലം അടയ്ക്കുമ്പോ 11:30 12. 3 നേരം ശിവേലി, 3 നേരം കാഴ്ചവേലി. പിന്നെ മാലകൾ ധാരാളം സ്പെഷ്യൽ മാലകൾ. അകത്തൊക്കെ നിറയെ മാലകള്, സ്പെഷ്യൽ വലിയ നിറമാല ഉണ്ടാവും. ഫുള്ളായിട്ട് അകത്ത് പോകുമ്പോ കണ്ടില്ലേ, നിറയെ മാലകൾ ഇങ്ങനെ അലങ്കരിച്ച് ഭഗവാന്റെ ഒരു സ്വപ്ന ലോകത്തിൽ നമ്മൾ എത്തിപ്പെടുന്ന ഒരു മാതിരി അവിടെ കംപ്ലീറ്റ് അലങ്കരിക്കണം. അത് കംപ്ലീറ്റ് ഒരു 3 മണിയാകുമ്പോഴേക്കും കംപ്ലീറ്റ് വൈകുന്നേരം കംപ്ലീറ്റ് ചാർത്തണം, മാല കെട്ടണം. ധാരാളം മാല കെട്ടണം. എല്ലാ കുടുംബങ്ങളും എല്ലാവരും ഇരുന്നാലും കൂടി തികയില്ല, അത്ര മാല കെട്ടണം. നിറമാല തന്നെ കണ്ടമാനം ഉണ്ടാവും. അത് മുഴുവൻ കംപ്ലീറ്റ് ചാർത്തിയ പിന്നെ കിട്ടിയാൽ പോലെ അതുകൊണ്ട് ചാർത്തും വേണം. അതൊരു ഏകദേശം ഒരു 1/2 മണിക്കൂർ സമയം. ആ സമയത്ത് 3 മണിക്ക് 3 മണിക്ക് അടച്ചിട്ട് പിന്നെ നട അടച്ചു കഴിഞ്ഞാല് പിന്നെ കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ. ആ സമയങ്ങൾ അത് മുഴുവൻ അലങ്കരിച്ച് മേശാന്തി വരുന്നതിന് മുന്നേ അത് പിന്നെ ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കും. മേശാന്തി കുളിച്ച് വരുമ്പോഴേക്കും ഇവിടെ അടിച്ച് വൃത്തിയാക്കി. അപ്പം പിന്നെ മണ്ഡപത്തിൽ നമ്മൾ മാല കൊണ്ട് വെച്ചു കൊടുക്കണം. സ്പെഷ്യൽ മാല അകത്ത് ചാർത്താനുള്ള മാലകൾ. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടുള്ള തിരക്ക്. അതിനിടയ്ക്ക് ശിവേലി ധാരാളം വരും. ശിവേലി 3 നേരം ശിവേലി ദിവസം 10-12 മണിക്കൂർ ശിവേലി തന്നെ ആയിട്ട് പോകും. അതിനിടയ്ക്ക് ഈ മാലയും കൂടി കെട്ടുക എന്ന് പറഞ്ഞാൽ വലിയ നല്ല നല്ല ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. എല്ലാവരും കൂടി അങ്ങനെ തന്നെയാണ്. വീട്ടിലെ സ്ത്രീകളും കുട്ടികളും പിന്നെ പ്രായമുള്ള ആളുകളും എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയായിട്ട് ഇരുന്നിട്ട് തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതിനുള്ള നമുക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭക്തരത് കണ്ട് പിന്നെ അകത്തിങ്ങനെ നോക്കി ഭംഗിയ സന്തോഷം. ആ സന്തോഷം നിർവൃതി അറിയുമ്പോണ്ടല്ലോ അതിന് നമുക്കൊരു സന്തോഷം. പിന്നെ ഇങ്ങനെ അപൂർവ ചില സമയങ്ങൾ മേശാന്തി പറയും അന്ന് നന്നായിട്ട് കിട്ടും മാല. മേശാന്തിനെ കൊണ്ട് ഗുരുവായൂരത്തും പറയിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ എല്ലാം ഇപ്പൊ ഞങ്ങൾക്ക് നല്ല എല്ലാ കഴകക്കാർക്കും ആ ഒരു അനുഭവം ഉണ്ട്. ഓരോ ദിവസവും എങ്കിലും അത് കൂടുതൽ നമുക്കത് അതിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങിയിട്ട് തന്നെ ചെയ്യാനുള്ള ഇതുണ്ടാവുള്ളൂ. ഓരോ ദിവസം നമ്മൾ എങ്ങനെ ഓരോ കഴകക്കാരും പ്രവർത്തിക്കാരും എങ്ങനെ ആ ഭഗവാനെ ചാർത്താനുള്ള മാല എത്രത്തോളം നന്നാക്കാൻ പറ്റുന്നു അത്രത്തോളം നന്നാക്കിയിട്ടാണ് ഓരോരുത്തരും ഓരോ വീട്ടുകാരും അത് മാല കൊടുക്കുന്നത്. അത്ര ഭംഗിയായിട്ട്. അതായത് നമുക്ക് ഒരു ഇത് എന്താ പറയാ, അത്രയും സമർപ്പണ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഈ ഓരോ ആളുകൾ ചെയ്യുന്നത്. അതിലൊരു ശരിക്കും ഒരു ആരോഗ്യമായ മത്സരം തന്നെയാണ് ഈ കുടുംബക്കാർ തമ്മിലുള്ളത്. ഇപ്പൊ ചാത്തി കഴിഞ്ഞാൽ അതൊരു സന്തോഷം ഉണ്ടല്ലോ. ചിലപ്പോൾ മേശാന്തി പറയുമ്പോൾ എന്താ പിന്നെ പറയും വേണ്ട. നമുക്ക് അതിലും വലിയൊരു ആനന്ദം ഇനി ഉണ്ടാവല്ല. അത് ചിലപ്പോ മേശാന്തി അത് കറക്റ്റായിട്ട് കിട്ടണം. ആ മേശാന്തിന്റെ അടുത്ത് കറക്റ്റായിട്ട് ഇതിന്റെ ബിംബത്തിന് അങ്ങനെ ചാത്തി വരുമ്പോൾ കറക്റ്റായിട്ട് വന്നാണല്ലോ. അത് നമ്മള് വിചാരിച്ച മതി. അത് ഭഗവാൻ നിശ്ചയിക്കും നമ്മൾ എങ്ങനെ വേണമെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ഇന്നത് വേണമെന്ന് നിശ്ചയിച്ചു വേണ്ടി അന്നത് ചാർത്താൻ പറ്റിയെന്നില്ല. ഭഗവാന്റെ ഒരു കാര്യം ഇപ്പം നമ്മൾ കളിയമർദ്ദനം ഉണ്ടെച്ചാൽ അത് കളിയമർദ്ദനം തന്നെ പറ്റുള്ളൂ. ആ സമയത്ത് അങ്ങനെ ആയി. അത് ആ സമയത്ത് അങ്ങനെ തന്നെ ആയി. അപ്പൊ അതിനനുസരിച്ചുള്ള മാലകളും കൂടി വരുമ്പോ കളിയമർദ്ദത്തിനനുസരിച്ചുള്ള മാലകൾ ഭഗവാനനുസരിച്ചുള്ള മാല കൂടി വരുമ്പോ അതൊരു കുട്ടി ചില ഉണ്ണിയായിട്ടുള്ള ചാർത്ത സമയത്ത് അതിനനുസരിച്ചുള്ള മാല അപ്പൊ ഭഗവാനെ മുന്നേ നിശ്ചയിച്ചിട്ടുണ്ടാവും എനിക്ക് ഇന്ന രീതിയിൽ മാല വേണം. അപ്പൊ അത് നമ്മളെ കൊണ്ട് ആ രീതിയിൽ അത് മാല കെട്ടിച്ച് അത് അങ്ങനെ അങ്ങനെ ചാർത്തി വരും. അങ്ങനെ ആ സമയം സന്ദർഭം നോക്കുമ്പോ അങ്ങനെയാണ് വരിക. അപ്പൊ പിന്നെ വൈകുന്നേരം മാലയൊക്കെ ചാർത്തി വരുന്നത് അതൊരു സംഭവം. സാധാരണ അവിടെ ഭക്തന്മാര് ചീട്ടാക്ക മാലകള് അതേപോലെ വരും. അതിന്റെ പുറമേയുള്ള കാര്യങ്ങള് വലിയ നിറമാല അതൊക്കെ ഇനി സ്ഥിരമായിട്ട് ഇനി വരും. പിന്നെ ഉത്സവകാലത്തുള്ള മാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉത്സവം കലശം തുടങ്ങുമ്പോൾ തൊട്ട് കഴകക്കാർക്ക് ജോലിയുണ്ട്. അത് പ്രധാനമായിട്ട് അത് പുതിയടത്ത് പിഷാരം എന്നുള്ള ആ കുടുംബത്തിനാണ് അതിന്റെ അവകാശം. അവരാണ് അതെല്ലാം ചെയ്യുക. കലശക്കുടത്തിലേക്കുള്ള കാര്യങ്ങൾ ആലുമാവ് അതിന്റെ എല്ലാ അവകാശങ്ങളും അവർക്കാണ്. കഴകക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പഴുക്കാ മണ്ഡപത്തിലുള്ള മാലകൾ അതിപ്പോ 2-3 കൊല്ലമായിട്ട് ദേവസ്വം അത് ഓരോ ദിവസവും ഓരോ കഴക കുടുംബത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കെട്ടിക്കൊടുക്കണം. പഴുക്കാ മണ്ഡപം അലങ്കരിക്കാനുള്ള മാലകൾ അത് നമുക്കും ഒരു ദിവസം അതിന്റെ വരും. അപ്പൊ അത് അന്ന് നമ്മൾ ചെയ്യും. പിന്നെ ശിവേലിക്ക് ഞാൻ പറഞ്ഞില്ലേ അത് ദിവസേന ഉള്ളത് തന്നെയാണ്. തിടമ്പിന്റെ മാല
പക്ഷെ ഉത്സവകാലത്ത് അതൊന്നും കൂടെ ഭംഗിയാക്കിയിട്ട് അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ. തടമ്പിന്റെ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റിച്ചാൽ അങ്ങനെയാണ്. പിന്നെ ഗ്രാമപ്രദക്ഷിണത്തിന് ഭഗവാൻ ഇറങ്ങുമ്പോൾ പള്ളിവേട്ട, ആറാട്ട്, അതെല്ലാം പുതിയെടുത്തവരുടെയാണ്. അതിന്റെ അവകാശം മുഴുവൻ അവരുടെയാണ്. അപ്പോൾ അതിലിപ്പോ നമുക്ക് ഭാഗമാവണമെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. നമ്മളിപ്പോ ഒരു മാല കെട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ അവര് വേണ്ടാന്നൊന്നും പറയില്ല. എല്ലാവരും കൂടി തന്നെയാണ് അതെല്ലാതും ചെയ്യണത്. ഉത്സവത്തിന് വിളക്കുപിടി, പിന്നെ രാവിലത്തെ ശിവേലി, അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീഭൂതബലി, പിന്നെ വൈകുന്നേരം കാഴ്ചവേലി, വിളക്ക്, രാത്രി വിളക്കിന് എഴുന്നള്ളിപ്പ്. അതും ആ സമയത്തൊക്കെ 24 മണിക്കൂർ അമ്പലത്തിൽ തന്നെ അയക്കണം. ഈ മാലകെട്ടിന്റെ ഇടയ്ക്കാണ് അതൊക്കെ ചെയ്യേണ്ടത്. ആ പ്രവൃത്തി ചെയ്യേണ്ടത് ഈ മാലകെട്ടിന്റെ ഇടയ്ക്ക്. അന്നും ഊഴും കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ടാവും. ഗുരുവായൂരെ സംബന്ധിച്ചോളം എന്നും ഒരു മായാ ലോകമാണ്. ആ ലോകത്തിൽ നമ്മളെങ്ങനെ ഭഗവാന്റെ ഇങ്ങനെ ചുറ്റിപ്പറ്റി എല്ലാവരും ഭഗവാനോട് ഇങ്ങനെ ആ മായാ ലോകത്തിൽ നമ്മളങ്ങനെ ഒരു ലയിച്ച് ജീവിക്കുന്നൊരു സമ്പ്രദായമാണ്. അതൊന്നും നമുക്കൊന്നും അങ്ങനെ ഇതാവില്ല. എല്ലാവരും ആ ഒരു ഒഴുക്കാണ്. ആ ഒഴുക്കിലങ്ങനെ ഓരോ പ്രവൃത്തി നമ്മൾ എന്താ ചെയ്ത് പ്രവൃത്തി പോലും നമുക്ക് ദിവസവും എല്ലാ സംഗതിയും മറന്നു പോകും. അങ്ങനെ പ്രവൃത്തി എടുക്കുക, അമ്പലത്തിൽ പോവുക, വരിക, പിന്നെ വീണ്ടും പോവുക. അവിടുത്തെ കാര്യങ്ങൾ മുടക്കമില്ലാതെ ഒരു ഇതില്ലാതെ നടത്തണം. അത് മാത്രമല്ല എല്ലാ പ്രവൃത്തി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കാരെ മുഴുവൻ ഇത് ഗുരുവായൂരപ്പൻ്റെ ഒരു സംഗതി മുടക്കണ്ടാവരുത്. ഒരു കണിക പോലും മുടങ്ങരുത്. അത്ര നിഷ്കർഷമാണ് എല്ലാ പ്രവർത്തിക്കാരും. അതായത് അതിൽ ഒരു പ്രവർത്തിക്കാരൊന്നുമില്ല. ആശാരി, മൂശാരി, തട്ടാൻ, ഇതൊക്കെ എല്ലാവരും. ഇപ്പൊ തൈര് കൊണ്ട് കൊടുക്കുന്ന ആളാണ്, എണ്ണ കൊണ്ട് കൊടുക്കുന്ന ആളാണ്, എല്ലാവരും ദേശാന്തിമാരായാലും കഴകക്കാരാണെങ്കിലും വിളക്ക് പിടിക്കുന്ന പ്രവർത്തിക്കാരാണെങ്കിലും എല്ലാവരും മാരാമാര് ഒക്കെ ആ സമയം. മാരാമാരൊക്കെ രാവിലെ 2:30 ആകുമ്പോഴേക്ക് അമ്പലത്തിൽ അകത്തണം. ശംഖ് വിളിക്കാൻ എല്ലാ പ്രവർത്തിക്കാരും ഇത് അവിടുത്തെ ഇത് നോക്കിയിട്ടല്ല, ഒരു സമർപ്പണ ബുദ്ധിയോട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അത് കാര്യത്തില് അത് മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ പറയാം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പിന്നെ ഈ കഴക കുടുംബത്തിൽ ഒന്ന് ജനിക്കാനും അവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഗുരുവായൂരപ്പന് മാല കെട്ടി കൊടുക്കാനും ഒക്കെ ഒരു ഭാഗ്യം ഉണ്ടായി. ഞങ്ങളെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തോടുകൂടി കാലാകാലം ഇനി വരും ജന്മങ്ങളിലും അത് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് ഇപ്പൊ എത്ര കാലമായി, എന്നെ സംബന്ധിച്ച് ഇപ്പൊ 55-56 വയസ്സായി, 55 വയസ്സൊക്കെ കഴിഞ്ഞു. എന്താ നമ്മളുടെ ഒരു ജീവനോപാധിയായിട്ടല്ല ഒരിക്കലും ഇതിനെ കാണുന്നത്. ഞാന് വിദ്യാഭ്യാസ സമയത്ത് പഠിച്ച ആൾ തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞു ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ബികോം, CA ആർട്ടിക്കൽഷിപ്പ് എല്ലാം ചെയ്ത് എൻ്റെതായിട്ടുള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ച് ചെറിയ ജോലികൾ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യണു. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ സമയമാകുമ്പോൾ ഗുരുവായൂരപ്പൻ സമയമാകുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നിച്ചിട്ട് അവരും ഈ വഴിയിലേക്ക് വരും. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, എന്തായാലും അത് വരാതിരിക്കില്ല. പക്ഷെ ഇപ്പൊ ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിച്ചതിന്റെ ജോലി ചെയ്യേണ്ട ഒരു സമയമാണല്ലോ. അത് കഴിഞ്ഞ് ഇനി എന്താ തലമുറകളായിട്ട് ഇത് നിലനിന്ന് പോട്ടെ എന്നാണ് ആഗ്രഹം. പിന്നെ ഗുരുവായൂരപ്പന്റെ മാല ആര് കെട്ടണമെന്ന് ഗുരുവായൂരപ്പൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പൊ നമ്മളൊരു കുടുംബത്തിൽ ജനിച്ചു എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന് അവകാശം ഉണ്ടെന്ന് വെച്ചിട്ടോ ഒന്നും നമുക്കത് സാധിക്കില്ല. അത് ദിവസം ആരാണ് ആ പ്രവൃത്തി ചെയ്യണതെന്ന് വെച്ചാൽ അവരെ തന്നെയാണ് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഭഗവാൻ അത് മുന്നേ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ആൾക്കാർ ഇവിടെ വന്ന് പെടും, അതിനനുസരിച്ച് അങ്ങനെ പോവും. പിന്നെ എന്ത് കാര്യമായാലും ഗുരുവായൂരപ്പന് സന്തോഷമാവണേ എന്നുള്ള രീതിയിൽ ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെയാണ്. ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഓരോ കാര്യങ്ങള് ശുദ്ധിയുടെ കാര്യമായാലും ഇപ്പൊ എനിക്ക് നല്ല ഓർമ്മയിൽ കിടക്കുന്ന ഒരു കാര്യം, ഒരു ദിവസം അങ്ങനെ മാല കെട്ടായിരിക്കുമ്പോ അച്ഛൻ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അടിയാണ്. അപ്പൊ എന്താ ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ലേ. ഒരു അടി അടിക്കാൻ മാത്രം നല്ല വേനിച്ചു. അപ്പൊ എന്തേ ചോദിച്ചപ്പോ പറഞ്ഞു കൈ കടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മളറിയാണ്ട് നമ്മുടെ കൈ വായിലേക്ക് പോണ്ടായിരുന്നു. കുട്ടികളല്ലേ, അപ്പൊ പലതും ചെയ്യും. അപ്പൊ ഈ പൂവിന്റെ മാലയുടെ ഒക്കെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങള്, പക്ഷെ അതൊക്കെ നമുക്കൊരു പാടാ. കാരണം നമ്മൾ പിന്നെ ഒരിക്കലും നമ്മൾ അത് ചെയ്യില്ല. മാല ഇട്ടായിരിക്കുമ്പോ എപ്പോഴും വെള്ളം എടുത്ത് വെക്കും. നമ്മളുടെ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെയും ബോധിപ്പിക്കാനല്ല, നമ്മുടെ മനസാക്ഷിനെ തന്നെ ബോധിപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത്രയും 100-110%
ശുദ്ധിയോടും മാനസിക സന്തോഷത്തോടും കൂടിയിട്ട് തന്നെ അത് ചെയ്യുക. അപ്പൊ അതിന്റെ ഫലം നമ്മൾ ചെയ്താൽ മതി. കർമ്മം ചെയ്യാൻ മാത്രമല്ലേ നമുക്ക് അധികാരമുള്ളൂ. നമ്മള് ബലത്തിനെ പറ്റി ഇച്ഛിക്കണ്ടെന്ന് ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ബലമൊക്കെ തന്നെ വന്നോളൂ. നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ 100% സമർപ്പണ ബുദ്ധിയോടെ ചെയ്യാന്ന് മാത്രം. ഇനി ഉള്ള ജന്മങ്ങളിലായാലും ഇതുപോലെ എന്തെങ്കിലും ഗുരുവായൂരപ്പനെ ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കുടുംബത്തിൽ വന്ന് ജനിക്കട്ടെ, അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഇത് ഈ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അങ്ങനെ അങ്ങോട്ട് ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പോട്ടെ, അത് മാത്രമേ ആഗ്രഹമുള്ളൂ. അച്ഛന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂര് 10 പ്രവൃത്തി എടുക്കുന്ന ഫാമിലി. വടക്കേപ്പാട്ട് വാര്യത്തെയാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ ഒരുപാട് കാലം ഗുരുവായൂരപ്പന്റെ 10 പ്രവൃത്തിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അരി ഇടിക്കണ സമയത്ത്, അതായത് അപ്പത്തിനും അടയ്ക്കൊക്കെ ഉള്ള അരി ഇടിച്ചു കൊടുക്കുക എന്നുള്ള, പണ്ട് ഭാര്യന്മാരെല്ലാവരും കൂടിയിട്ട് ആ വാതിൽ മഠത്തിൽ തന്നെയാണ് അരി ഇടിച്ചിരുന്നത്. നമുക്കൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മ ഉണ്ട്. പിന്നെ അങ്ങനെ അരി ഇടിക്കുക 10 പ്രവൃത്തി തന്നെ. രാവിലെ 2 മണിക്ക് അമ്പലത്തിൽ കയറിയാൽ രാത്രി വരെ അവർക്ക് ജോലിയാണ്. ഇന്നുള്ള ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്ന് അരി ഇടിക്കല് അധികമില്ല, മെഷീനും കാര്യങ്ങളൊക്കെ ആയി എന്നാണ് അറിയണത്. അപ്പൊ അച്ഛൻ എത്രയോ കാലം ഗുരുവായൂരപ്പന്റെ എന്താ പറയാ പ്രവൃത്തി എടുത്ത് ജീവിച്ച ഒരാളാണ്. അദ്ദേഹം ഒരുപാട് കാലം ഭഗവാന്റെ പ്രവൃത്തി ചെയ്തിട്ടുള്ള ആളാണ്. അച്ഛനും ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചതാണ്. അച്ഛന് അവസാനമാകുമ്പോൾ ഓർമ്മക്കുറവ് കാര്യങ്ങളൊക്കെ അൽഷിമേഴ്സിന്റെ തുടക്കമാണെന്നുള്ളതൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പൊ അച്ഛനെ സംബന്ധിച്ചും അച്ഛൻ വയ്യാതെ കിടക്കുമ്പോ പിന്നെ അച്ഛൻ പറഞ്ഞിരുന്നത് അതാണ്, വഴി മാറൂ, ഇതാ ശിവേലി ഇതാ വരുന്നു, വഴി മാറൂ പറയും. കാരണം അച്ഛൻ ഈ വറ്റടിച്ച്, അതായിരുന്നു അച്ഛൻ ചെയ്തിരുന്ന ജോലി. ഈ തൂവണ വറ്റടിക്കുക അത് 10കാരുടെ ജോലിയാണല്ലോ. അങ്ങനെ പ്രദക്ഷിണത്തിന്റെ ഒപ്പം നടന്നിരുന്ന ആളാണ്. അപ്പൊ ആ ഒരു ഓർമ്മയിൽ ഇതാ ശിവേലി വരുന്നു, കുട്ടി വഴിയിൽ നിന്ന് മാറി നിൽക്കും എന്നൊക്കെ പറയും. ഗുരുവായൂരപ്പൻ ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ കണ്ടിട്ട് തന്നെയാണ് എൻ്റെ അച്ഛനും പോയത്, ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നല്ല ഓർമ്മകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇനി വരുന്ന തലമുറയും ഇതുപോലെ ഭഗവാന്റെ കഴിവുകളും ഭഗവാന്റെ അനുഗ്രഹങ്ങളും അറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു മനസ്ഥിതി അവർക്ക് കൊടുക്കട്ടെ ഗുരുവായൂരപ്പൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മക്കളായാലും ഇനി വരുന്ന ജനറേഷൻ എല്ലാം, നമ്മളൊന്നും വളർന്നു വന്ന ജീവിത സാഹചര്യമല്ല ഇന്ന് കേടുവരാനാ, ചീത്തയായി പോകാനാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. അപ്പൊ അതിൽ നിന്നൊക്കെ പിന്തിരിച്ച് നല്ല രീതിക്ക് മക്കൾ വളർന്നു വരാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.